നമസ്കാരം. നമ്മളിൽ പലർക്കും സ്റ്റിച്ചിങ് കറക്റ്റായിട്ട് അറിയായിരിക്കും. ചിലർക്ക് ഒരുപാട് വീഡിയോസൊക്കെ കണ്ടു പഠിച്ചതായിരിക്കും. എങ്ങനെയാണെങ്കിലും എന്തെങ്കിലും ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ടെങ്കിൽ, അത് കട്ടിങ് ആണെങ്കിലും സ്റ്റിച്ചിങ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ പെട്ടെന്ന് എന്താ നോക്കുക, യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കും അല്ലേ. അതിൽ ഏറ്റവും എളുപ്പത്തിലുള്ളതായിരിക്കും നമ്മൾ എടുക്കുക. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡിൽ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഒരു ചുരിദാറിൻ്റെ പാൻറ്റില്ലേ, അതിൻ്റെ എലാസ്റ്റിക്കൊക്കെ വെക്കുന്നത് ഈസി ആയിട്ട് കാണിക്കുന്നൊരു വീഡിയോ ആണ് ഇന്നത്തേത്. ഇതിപ്പം ഒറ്റ കട്ടിങ്ങിലാണ് ചെയ്യുന്നത്, അതായത് 2 പീസാക്കി ഒന്നും മാറ്റുന്നില്ല. അപ്പം നമ്മുടെ പാൻറ് ഇങ്ങനെ 4ആയിട്ട് മടക്കിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു വശം മുഴുവനായിട്ടും മടങ്ങി വരുന്ന രീതിയിലും മറ്റേ വശം കുറച്ച് ഓപ്പൺ ആയിട്ട് വരുന്ന രീതിയിലും. അതിപ്പം എല്ലാവർക്കും ബേസിക് ആയിട്ടുള്ള കാര്യമാണല്ലോ, എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഈ ഒരു സ്ഥലയിലെ ഇവിടെ നമുക്ക് മുഴുവനായിട്ടും മടങ്ങുന്ന രീതിയിലായിരിക്കും വരിക. അപ്പം ഇനി നമുക്ക് ഇത് അളന്ന് നോക്കിയിട്ട്, അതായത് നമ്മളിപ്പം ബോഡിയിലെ ഷേപ്പ് അളന്നിട്ടോ അല്ലെങ്കിൽ ഇത്ര സൈസിൽ XXL ഇത്ര അങ്ങനെയല്ല ചെയ്യുന്നത്. നമ്മുടെ കയ്യിലുള്ള ഒരു പാൻറ് വെച്ചിട്ട് നമുക്ക് ഇത് വരച്ചിട്ട് കട്ട് ചെയ്യുന്ന രീതിയിലാണ് കാണിക്കുന്നത്. പാൻറ് ഇതേ രീതിയിലാണ് മടക്കി വെക്കേണ്ടത്. ഞാൻ നിവർത്തിട്ട് ഒന്നുകൂടെ കാണിച്ചു തരാം. അതായത് നമുക്ക് ആ ഒരു നടുവിലുള്ള ഭാഗമില്ലേ, അത് നമുക്ക് അവിടെ തന്നെ വരുന്ന രീതിയിൽ മറ്റേ സൈഡിലെ കാലും കൂടെ ഇങ്ങോട്ടേക്ക് വെച്ചിട്ട് ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇതുപോലെ അങ്ങ് ആക്കി വെക്കുക. അപ്പം ആ സൈഡിൽ കോണായിട്ട് കാണുന്നത് നമ്മുടെ മിഡിൽ പോർഷനാണ്. ഈ ഒരു പാൻറ്റിൻ്റെ മുൻവശവും പിറകുവശവും ഒരുമിച്ച് വരുന്ന രീതിയിൽ തന്നെയാണ് കട്ട് ചെയ്യുന്നത്. അതായത് അരക്കെട്ടിൻ്റെ ഭാഗത്ത് വ്യത്യാസങ്ങളൊന്നും വരുത്തുന്നില്ല. ഇനി അളവ് മാർക്ക് ചെയ്യാം. താഴത്തെ ഭാഗം 2 ഇഞ്ചാണ് ഞാനിപ്പം എക്സ്ട്രാ വെക്കുന്നത്. കാരണം 1.5 എല്ലാം വെക്കാം, പക്ഷേ അവിടെ ഒരു കുറച്ച് കട്ടി വേണ്ടത് കൊണ്ട് തന്നെ 1 ഇഞ്ച് മടക്കി പിന്നെയും 1 ഇഞ്ച്, അങ്ങനെ 2 ഇഞ്ച് രീതിയിലാണ് മടക്കുന്നത്. അപ്പോൾ അവിടെ ആ ഒരു രീതിയിൽ ഞാൻ അളവങ്ങ് വിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ പാൻറ്റിൻ്റെ സെയിം സൈസിലേക്ക് നമ്മൾ വരഞ്ഞു വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സെയിം സൈസിൽ വരയുന്നത് കൊണ്ട് തന്നെ പാൻറ്റ് നല്ല നിവർത്തിയിട്ട് വെക്കണേ. അതിന് ശേഷമാണ് വരയുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗമില്ലേ, നടുവിലുള്ള ഭാഗത്തിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ അത് അവിടെ എലാസ്റ്റിക് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളത് നേരെ മുകളിലേക്ക് അങ്ങ് വരയ്ക്കുക. അത് നമ്മുടെ അരയിലുള്ള എലാസ്റ്റിക്കിൻ്റെ അടുത്തേക്ക് ചെരിച്ച് വരയ്ക്കാതെ നേരെ വരയ്ക്കുക. അതിന് ശേഷം അരക്കെട്ടിൻ്റെ ഭാഗമില്ലേ, അവിടെയും കൂടെ മാർക്ക് ചെയ്തിട്ട് പാൻറ് അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്, അങ്ങ് ജോയിൻ ചെയ്ത് വരയ്ക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിപ്പം ടാപ്പ് വെച്ചിട്ട് ആണെന്ന് നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാത്ത മെത്തേഡിലാണെന്ന്. പക്ഷേ പലർക്കും ഒരു സംശയം ഉണ്ടാവും എലാസ്റ്റിക്കിൻ്റെ അളവ് എങ്ങനെയാണ് എടുക്കുക എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ ഈ ഒരു ടാപ്പ് കൊണ്ടുള്ള അളവൊന്ന് പറഞ്ഞു തരാം. ആവശ്യമുള്ളവർ മാത്രം അത് ഫോളോ ചെയ്താൽ മതി. അതായത് നമ്മുടെ അരക്കെട്ടിൻ്റെ അളവില്ലേ, വേസ്റ്റ് അളവ്, അപ്പോൾ അത് ചുറ്റിയിട്ട് അളന്നങ്ങ് എടുക്കുക. നമ്മുടെ അരഭാഗം ചുറ്റി, ഇപ്പം നമുക്ക് ആർക്ക് വേണ്ടിയിട്ടാണോ പാൻറ് അടിക്കുന്നത് അവരുടെ അരയുടെ ഭാഗം നമ്മൾ ചുറ്റിയിട്ട് എടുക്കുക. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇവിടെ ഇപ്പോൾ 36 ആണ് അരക്കെട്ടെങ്കിൽ, അതായത് ചുറ്റുമുള്ള അളവെങ്കിൽ അതിൻ്റെ പകുതി എടുക്കുക, 18. അതിൻ്റെ കൂടെ 3 കുറച്ചാലുള്ള അളവ് എത്രയാണോ അതാണ് നമ്മൾ എലാസ്റ്റിക്കിൻ്റെ അളവായിട്ട് എടുക്കുക. പക്ഷേ എലാസ്റ്റിക് മടക്കിയിട്ട് വേണം നമ്മൾ ഈ ഒരു അളവ് എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് അറിയാമല്ലോ, ഈ തുണി വെച്ചിരിക്കുന്നതിനെ മടക്കിയിട്ടാണല്ലോ, അതായത് മുഴുവനായിട്ടുള്ള ഭാഗമല്ല. അപ്പോൾ അതേപോലെ തന്നെ എലാസ്റ്റിക് മടക്കിയിട്ട് വേണം നമ്മൾ ഈ ഒരു അളവ് എടുക്കേണ്ടത്. ഇനിയിപ്പം പാൻറ്റാണ് നമ്മൾ വെച്ചിട്ട്, അതായത് ഒരു എലാസ്റ്റിക്കുള്ള പാൻറ്റാണ് അളവെടുക്കുന്നതെങ്കിലും ആ പാൻറ്റിൻ്റെ മുൻവശം മാത്രമാണല്ലോ. അപ്പോൾ അത് നമ്മൾ അളന്നിട്ട് അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയാലും മതി. ഇപ്പോൾ ഈ ഒരു പാൻറ്റിന് എലാസ്റ്റിക്കിൻ്റെ ഭാഗം 14ആണ് മുൻവശത്തെ അളവ്, അതിൻ്റെ കൂടെ +1 15 കൂട്ടിയാൽ മതി. അപ്പോൾ എങ്ങനെ വന്നാലും ഈ ഒരു അളവ് തന്നെ ആയിരിക്കും. ഇനിയിപ്പം നമ്മൾ എത്ര തയ്യൽ തുമ്പ് വിടണം എന്നുള്ളത് ഓരോ ഭാഗത്തെയും ഒന്ന് ക്ലിയർ ആക്കി തരാം. എലാസ്റ്റിക് വെക്കുന്ന ഭാഗത്താണെങ്കിൽ എലാസ്റ്റിക് വെച്ചിട്ട് തന്നെ നമ്മൾ ആ ഒരു സൈസ് നോക്കുക. എന്നിട്ട് അവിടെ അങ്ങ് ഡോട്ടാക്കിയിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. അതിന് ശേഷം നമുക്ക് 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി അടിക്കാൻ വേണമല്ലോ. 1/2 ഇഞ്ച് കറക്റ്റ് എടുക്കാതെ ഒരു പൊടിക്ക് അധികമാക്കി എടുക്കുക. അതും കൂടെ നമ്മൾ എക്സ്ട്രാ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അതും കൂടെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ലൈൻ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്തിനാ ഒരു പൊടിക്ക് കൂടുതൽ എടുക്കുന്നത് ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പറയുന്നതായിരിക്കും കുറച്ചും കൂടെ നിങ്ങൾക്ക് ക്ലിയർ ആവുക. ഇനിയിപ്പോൾ താഴത്തെ ഭാഗവും കൂടെ തയ്യൽ തുമ്പ് നമുക്ക് മാർക്ക് ചെയ്യാം. നമ്മുടെ ആ ഒരു ജോയിൻ ചെയ്യുന്ന ഭാഗമില്ലേ, അവിടെ ഞാൻ 1 ഇഞ്ചും താഴെ കാലിൻ്റെ ഭാഗം 1.5 ഇഞ്ചുമാണ് എടുക്കുന്നത്. പക്ഷേ അത് അങ്ങനെ തന്നെ എടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. എല്ലാം 1 ഇഞ്ച് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ എല്ലാം 1.5 ഇഞ്ചിൽ എടുക്കാം. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്. കാരണം എക്സ്ട്രാ വിടുന്നതല്ലേ, ചിലപ്പോൾ നൂലൊക്കെ ഇങ്ങനെ വലിയുന്ന തുണിയൊക്കെ ആണെങ്കിൽ 1.5 ഇഞ്ച് വിടുന്നതായിരിക്കും നല്ലത്, നമ്മൾ ഓവർലോക്കൊന്നും ചെയ്യുന്നില്ലെങ്കിൽ. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തത്. ആദ്യത്തെ ഭാഗം നമ്മുടെ ആ ഒരു ജോയിൻ ചെയ്ത ഭാഗം 1 ഇഞ്ചും ബാക്കി താഴോട്ട് വരുമ്പോൾ 1.5 ഇഞ്ചിലുമാണ് എടുക്കുന്നത്. പിന്നെ താഴത്തെ ഭാഗം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മടക്കി അടിക്കുന്നത്, അവിടെ 2 ഇഞ്ചാണ് കൊടുത്തത്. ഈ തയ്യൽ തുമ്പെല്ലാം ഒന്നങ്ങ് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം.
താഴത്തത് 2 ഇഞ്ച് നേരത്തെ അങ്ങ് വിട്ടിട്ടാണല്ലോ പാൻറ് അളവ് വെച്ചത്. അപ്പോൾ താഴെ ഒന്നും നമുക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സൈഡ് മാത്രം ആദ്യം അങ്ങ് കട്ട് ചെയ്തതിന് ശേഷം മുകൾ ഭാഗം കൂടെ ഒന്ന് മാർക്ക് ചെയ്ത ഭാഗമില്ലേ അവിടെയും കൂടെ കട്ട് ചെയ്തിട്ട് മാറ്റിയെടുക്കാം. മടക്കി വെച്ചിട്ട് 15 ഇഞ്ച് ആക്കിയതിന് ശേഷം എലാസ്റ്റിക്കും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്യാം. താഴെ മുതലാണ് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാലിൻ്റെ ഭാഗമില്ല മടക്കി അടിക്കുന്നത്, അതിൽ നിന്ന് നമ്മൾ 2 ഇഞ്ചാണല്ലോ വിട്ടത്. 1 ഇഞ്ച് ആദ്യം മടക്കി അടുത്ത 1 ഇഞ്ചും കൂടെ മടക്കിയതിന് ശേഷം ആ കാൽഭാഗം ഒന്ന് അങ്ങ് അടിക്കാം. കാലടിക്കുന്നത് എല്ലാവർക്കും അറിയാമല്ലോ, ഒരു സ്റ്റിച്ച് മാത്രം നമുക്കത് മതിയാവില്ല. ആദ്യം നമ്മൾ ഒരു അടിപ്പടിച്ചതിന് ശേഷം ഇപ്പുറത്തെ സൈഡും കൂടി അടിച്ച് നടുവിലൂടെ കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അടുത്ത കട്ട് പീസും ഇതേപോലെ തന്നെ താഴത്തെ ഭാഗം ആദ്യം ഒന്നങ്ങ് സ്റ്റിച്ച് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇനി നമുക്കത് ജോയിൻ ചെയ്യണം. അതായത് 2 അറ്റവും ജോയിൻ ചെയ്ത് നമ്മൾ അവിടെ മാറ്റി വെച്ചത് 1.5 ഇഞ്ചാണല്ലോ. അപ്പോൾ 1.5 ഇഞ്ച് കണക്കാക്കിയിട്ട് ജസ്റ്റ് ഒരു ഡോട്ട് ഇടുക. അപ്പോൾ ഏതാണ്ടൊരു കാൽക്കുലേഷൻ കിട്ടാൻ വേണ്ടി മാത്രം, മുഴുവനായിട്ട് അങ്ങനെ മാർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 1-2 പോയിന്റ് മാർക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് തയ്യൽ തുമ്പിൻ്റെ ഏതാണ്ടൊരു അളവ് മനസ്സിലാവുമല്ലോ. പിന്നെ അങ്ങ് നേരെ അങ്ങ് അടിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ആ ഒരു ഇങ്ങനെ അറ്റത്ത് വരെ, അതായത് നമ്മൾ ആ ഒരു 2 കാലും ജോയിൻ ചെയ്യുന്ന ആ ഒരു തുമ്പില്ലേ അവിടെ വരെ അടിച്ചെടുത്തതിന് ശേഷം റിവേഴ്സ് ഒന്നങ്ങ് അടിക്കുന്നുണ്ട്. 2 സ്റ്റിച്ച് കാലിനെല്ലാം കൊടുക്കുന്നത് നന്നായിരിക്കുമല്ലോ. അങ്ങനെ ഒരു കാലടിച്ചു. ഇനിയിപ്പോൾ മറ്റേ കാലിൻ്റെ അളവ് ആദ്യത്തെ കാലിൻ്റെ ആ ഒരു വിട്ടില്ലേ ആ ഒരു വിട്ട് മാത്രം നമ്മൾ നോക്കിയിട്ട് ഒന്നുകിൽ ഇങ്ങനെ ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ അവിടെയും 1.5 ഇഞ്ച് നമുക്ക് അങ്ങ് ഇങ്ങോട്ടേക്ക് അളവെടുത്തിട്ട് മാർക്ക് ചെയ്യാം. അതെങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എന്നിട്ട് അതും കൂടെ പെട്ടെന്ന് അങ്ങ് അടിച്ചെടുക്കാം. ഇനി 2 കാലും കൂടെ നമുക്ക് ജോയിൻ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള കാലില്ലേ അത് 2 എടുത്തതിന് ശേഷം നമ്മുടെ മുന്നിൽ വശം വരുന്ന ഭാഗമില്ലേ ആ ഒരു ഭാഗം ഇങ്ങനെ വെച്ചതിന് ശേഷം അതങ്ങ് ചുറ്റിച്ചിട്ട് ബാക്ക് വശം വരെ അങ്ങ് എത്തിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അതും ഒന്ന് റിവേഴ്സായിട്ട് അടിക്കുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ ആ ഒരു നടുവുള്ള ഭാഗമൊക്കെ അങ്ങ് പെട്ടെന്ന് സ്റ്റിച്ചൊക്കെ അങ്ങ് വിട്ടുപോകും. അതുകൊണ്ട് 2 സ്റ്റിച്ച് കൊടുക്കുന്നത് എത്രയും നന്നായിരിക്കും. നിങ്ങൾക്ക് കൺഫ്യൂഷനൊന്നും ഇല്ലല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ ചോദിച്ചാൽ മതി കേട്ടോ. എന്നെക്കൊണ്ട് ആവും പോലെ ഞാനത് ക്ലിയർ ആക്കിയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. എനിക്കറിയില്ല എത്രത്തോളം നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടെന്നുള്ളത്. ഇനിയിപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോവല്ലേ. പിന്നെ നമ്മൾ അത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴേ അവിടെ ഒരു ബെല്ലൈക്കൺ ഉണ്ടാകും. അത് ക്ലിക്ക് ചെയ്താൽ മാത്രമാണ്, ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്നതായിരിക്കും. എന്നാലും ഞാനൊന്ന് ഓർമ്മിപ്പിച്ചതാണേ. നമ്മുടെ 2 കാലും ഇവിടെ ജോയിൻ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തയ്യൽ തുമ്പില്ലേ അത് എങ്ങോട്ടേക്കാണ് ചെരിഞ്ഞ് നിൽക്കുന്നത് ആ ഒരു ഭാഗത്തേക്ക് തന്നെ അത് അമർത്തി പ്രസ് ചെയ്തതിന് ശേഷം അവിടെ ഒരു സ്റ്റിച്ച് ഒരു 2 ഇഞ്ച് താഴേക്ക് കൊടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ. ഇതേപോലെ തന്നെ അതിൻ്റെ പിറകു വശത്തും നമുക്ക് ചെയ്തെടുക്കാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ എലാസ്റ്റിക് നമ്മൾ ഇടുമ്പോഴേ അത് ആ ഒരു ഭാഗത്തെത്തുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ബ്ലോക്കായി കിടക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇങ്ങനെ നമ്മുടെ തയ്യൽ തുമ്പ് തള്ളി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് നമ്മളങ്ങനെ അങ്ങ് അമർത്തി വെച്ചതിന് ശേഷം നമ്മൾ അവിടെ അങ്ങ് അടിച്ചിട്ട് അതങ്ങ് പ്രസ്സാക്കി വെക്കുന്നത്. ഇപ്പോൾ എലാസ്റ്റിക് ഇടുന്ന ഭാഗത്തെ ഒരു സ്റ്റിച്ച് മാത്രമേ ബാക്കിയുള്ളൂ. വേണമെങ്കിൽ ഒരു 1/2 ഇഞ്ച് ആദ്യം മടക്കിയിട്ട് എലാസ്റ്റിക്കിന് ഇട്ടിട്ടുള്ള ആ ഒരു സ്പേസ് ഇല്ലേ, അതായത് 1.25 ഇഞ്ച് വീതിയിലാണല്ലോ എലാസ്റ്റിക്കിന് കൊടുത്തത്. അപ്പം അങ്ങനെ മടക്കിയിട്ട് ഒരുമിച്ചിട്ട് ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടും പിന്നെ അതുപോലെ തുടക്കക്കാർക്കെല്ലാം വേണ്ടിയിട്ട് ആദ്യം ചെയ്യുന്നത് 1/2 ഇഞ്ച് കണക്കാക്കിയിട്ട് ആദ്യം ഒന്നങ്ങ് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനിയിപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി എലാസ്റ്റിക്കിൻ്റെ സ്പേസ് മാത്രം വിട്ടിട്ട് ഒന്നും കൂടെ അങ്ങ് അടിച്ചെടുത്താൽ മതിയല്ലോ. എലാസ്റ്റിക് ഒന്നങ്ങ് വെച്ച് നോക്കിയിട്ട് അതിൻ്റെ കറക്റ്റ് അളവ് നോക്കുക. അതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു പൊടിക്ക് അധികം വിടണമെന്ന്, അതായത് നമുക്ക് എലാസ്റ്റിക് ഇടുമ്പോഴേ എളുപ്പത്തിൽ ഇടാൻ വേണ്ടിയിട്ടാണ് ഇത്തിരി അധികം വിടാൻ പറഞ്ഞത്. അപ്പോൾ ഇത് മടക്കുമ്പോൾ ഇത്തിരിയും കൂടെ താഴ്ത്തിയിട്ട് ഒന്നങ്ങ് മടക്കുക. ഒരു പൊടിക്കെന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ വീതിയൊന്നും എടുക്കരുത്, അപ്പം ഭയങ്കര ബോറായിരിക്കും. അപ്പോൾ ഇത്തിരിയും കൂടെ എക്സ്ട്രാ താഴ്ത്തിയതിന് ശേഷം അവിടെ ഒന്നങ്ങ് സ്റ്റിച്ച് ഇടുക. അപ്പം ഇതിപ്പോൾ നമ്മൾ എലാസ്റ്റിക് വെച്ചിട്ടല്ല അടിക്കുന്നത്, അതിൻ്റെ അളവൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് സാധാരണ പോലെ അടിക്കുക. അപ്പോൾ ഇങ്ങനെ അടിക്കുമ്പോഴില്ലേ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. എലാസ്റ്റിക് ഇട്ടിട്ട് അടിക്കുമ്പോഴേ അതിങ്ങനെ വലിഞ്ഞ് കളിക്കും, ആ ഒരു ചുരുക്കൊക്കെ നിവർക്കണം, പിന്നെ അത് കറക്റ്റിൽ നമുക്ക് കിട്ടില്ല, തുടക്കക്കാർക്കാണെങ്കിൽ പ്രത്യേകിച്ച്. അപ്പോൾ ഇതാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് സ്മൂത്തായിട്ട് നല്ല നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് അടിച്ചെടുക്കാൻ പറ്റും. ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോഴേ സ്റ്റാർട്ടിംഗ് പോയിന്റ് വരെ നമ്മൾ എത്തിക്കാൻ പാടില്ല. അതിൻ്റെ തൊട്ട് പുറകിൽ ഒരു 2 ഇഞ്ച് പുറകിലേക്ക് എത്തുമ്പോൾ തന്നെ നമുക്കവിടെ സ്റ്റോപ്പ് ചെയ്ത് ലോക്ക് ചെയ്ത് വെക്കാം.
ഈ ഒരു ഭാഗത്തിലൂടെ വേണം നമുക്ക് എലാസ്റ്റിക് അതിലേക്ക് ഇടാൻ. എലാസ്റ്റിക് ഇടുമ്പോൾ 2 പിന്നിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. കാരണം അല്ലെങ്കിൽ ഇതിങ്ങനെ നമ്മൾ ഒരു സൈഡും കൂടെ ഇട്ട് കഴിയുമ്പോൾ മറ്റേ സൈഡ് ഇങ്ങനെ ഉള്ളിലേക്ക് വലിഞ്ഞു പോകും. അതിന് ഈ ഒരു ട്രിക്ക് വെച്ചാൽ മതി. അതായത് ആദ്യത്തെ ഒരു ഭാഗമില്ലേ അവിടെ പിന്ന് കുത്തി വെക്കുക, രണ്ടാമത്തെ ഭാഗവും കുത്തി വെക്കണം കേട്ടോ. അപ്പം അത് എലാസ്റ്റിക് പിരിഞ്ഞു പോകരുത്, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് നേരെ തന്നെ വെക്കണം. അപ്പം നമ്മൾ നേരത്തെ 15 എന്ന് പറഞ്ഞിട്ട് ഇതിപ്പം 30 ആയിരിക്കേ, കാരണം മടക്കിയിട്ടാണല്ലോ 15 എടുത്തത്. അപ്പോൾ ഇതുപോലെ പിരിഞ്ഞു പോകരുതെന്നാണ് ഞാൻ പറഞ്ഞത്. നേരെ തന്നെ എടുത്തതിന് ശേഷം ഇപ്പോൾ രണ്ടറ്റത്തും നമുക്ക് പിന്ന് വേണം. ആദ്യത്തെ ഭാഗത്തെ പിന്ന് ഞാൻ അവിടെ കുത്തി വെച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഭാഗം ഈ ഒരു തുണിയോട് ചേർത്തിട്ട് കുത്തി വയ്ക്കുക. അത് എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉള്ളിലേക്ക് ഇടുമ്പോൾ താഴത്തെ ഭാഗം അല്ലെങ്കിൽ പുറകിലുള്ള ഭാഗം അങ്ങ് ഉള്ളിൽ കയറി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് സാധാരണ നമ്മൾ പഴയ ചുരിദാറിൻ്റെ നാടയൊക്കെ ഇടുന്നത് പോലെ ഇതിങ്ങനെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഒന്നിങ്ങ് വലിച്ച് പിന്നിൻ്റെ ഭാഗത്തൊന്നങ്ങ് പിടിച്ചിട്ട് വലിച്ചെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ അത് ഉള്ളിലേക്ക് എടുത്തിട്ട് നമുക്ക് ഇങ്ങേ അറ്റം വരെ എത്തിച്ചിട്ട് പുറത്തെടുക്കാൻ പറ്റും. ഈ ഒരു സ്റ്റെപ്പ് ഈസിയാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു പൊടിക്ക് വീതി കൂട്ടണമെന്ന് ആദ്യം പറഞ്ഞത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് എലാസ്റ്റിക് സ്മൂത്തായിട്ട് ഇടാൻ പറ്റില്ല. അപ്പോൾ ഇപ്പുറത്തെ അറ്റം വരെ എത്തിയിട്ടുണ്ട്. 2 തുമ്പും നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ പിന്നങ്ങ് അഴിച്ചു മാറ്റാം കേട്ടോ. അതിൻ്റെ മുന്നേ അഴിച്ചു മാറ്റരുത്, കാരണം എലാസ്റ്റിക് ഉള്ളിലേക്ക് വലിഞ്ഞു പോകും. ഇനിയിപ്പം എലാസ്റ്റിക് ജോയിൻ ചെയ്യണം. ചിലർ 1/2 ഇഞ്ച് മാത്രം എക്സ്ട്രാ എടുത്തിട്ട് ജോയിൻ ചെയ്യുന്ന കാണാം. പക്ഷേ എനിക്കതിനോട് യോജിക്കാൻ പറ്റില്ല. കാരണം എലാസ്റ്റിക് ചിലപ്പോൾ ഇങ്ങനെ വലിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ വലിഞ്ഞു പോവുകയാണെങ്കിൽ 1/2 ഇഞ്ച് എടുക്കുകയാണെങ്കിൽ അത്ര ഓക്കെ ആയിരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ 1 ഇഞ്ച് എടുക്കുന്നത്. അപ്പോൾ 2 സൈഡും നമുക്ക് 1 ഇഞ്ച് എന്നാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം ഒരു ഭാഗം മാത്രം മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് അത് ഒന്നിൻ്റെ മുകളിൽ മറ്റേ വെക്കുമ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് 1 ഇഞ്ച് 2 ഭാഗത്തുനിന്ന് കിട്ടുമല്ലോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അതങ്ങ് ലോക്ക് ചെയ്ത് വെക്കണം. ഒന്നുകിൽ സ്ക്വയർ ആയിട്ട് അടിക്കാം, അല്ലെങ്കിൽ എന്താണ് സിക്സാക്ക് മോഡലിൽ അടിക്കാം. എങ്ങനെ വേണമെങ്കിലും ഇതൊന്നങ്ങ് ജോയിൻ ചെയ്തെടുക്കാം. നല്ല 1 2 3 സ്റ്റിച്ചൊക്കെ കൊടുക്കുന്നത് നന്നായിരിക്കുമേ. അങ്ങനെ എലാസ്റ്റിക്കും ജോയിൻ ചെയ്തു. ഇനിയിപ്പോൾ ഒന്നങ്ങ് വലിച്ചെടുക്കുമ്പോൾ തന്നെ അതങ്ങ് ഉള്ളിലേക്ക് പോയിക്കോളും. നമുക്ക് ഇനിയിപ്പം അവിടെ ഒന്നങ്ങ് ലോക്ക് ചെയ്ത് വെക്കണമല്ലോ, അവിടെ തുറന്നിട്ടിട്ടല്ലേ കിടക്കുന്നത്. അതും കൂടെ ഒന്നങ്ങ് സ്റ്റിച്ച് ചെയ്തിട്ട് കവർ ചെയ്ത് വെക്കാം. ഇനിയിപ്പം ചെറിയൊരു പെർഫെക്ഷൻ ആ ഒരു ഏരിയയിൽ വേണം. ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഇടാം, പക്ഷെ അത്ര ഒരു പെർഫെക്ഷൻ ഉണ്ടാവില്ല. അപ്പം എല്ലാ ഭാഗത്തും ആ ഒരു ചുരുക്കില്ലേ ഒരേപോലെ ആവുന്ന രീതിയിൽ നമുക്കൊന്നങ്ങ് സെറ്റാക്കി എടുക്കാം. എന്നിട്ട് ഈ എലാസ്റ്റിക്കിൻ്റെ, അതായത് ഇത്രയും നേരം നമ്മൾ അടിക്കുമ്പോൾ എലാസ്റ്റിക്കിൻ്റെ മേലെ സ്റ്റിച്ചൊന്നും വന്നിട്ടില്ലല്ലോ, നമ്മൾ ലാസ്റ്റാണല്ലോ എലാസ്റ്റിക് ഇട്ടത്. അപ്പോൾ എലാസ്റ്റിക്കിൻ്റെ മുകളിൽ സ്റ്റിച്ച് വരുന്ന രീതിയിൽ നമുക്കൊരു 2 അടിപ്പ് വേണം. ആദ്യം മുകൾ ഭാഗമാണ് അടിക്കേണ്ടത്. മുകൾ ഭാഗം അടിക്കുമ്പോൾ ഇതേപോലെയുള്ള തുണി കുറച്ച് എക്സ്ട്രാ ഉണ്ടല്ലോ, അപ്പം അത് നമ്മളതങ്ങ് കയറ്റി വെച്ചിട്ട്, അതായത് തുണി ഇങ്ങനെ ഇവിടെ എക്സ്ട്രാ ഉണ്ടാവരുത്. ഈ ഒരു ഭാഗം അടിക്കുമ്പോൾ എലാസ്റ്റിക് അങ്ങ് കയറ്റി വെച്ചതിന് ശേഷം അവിടെ ടൈറ്റാക്കി വെക്കുക. എന്നിട്ട് അവിടെ എലാസ്റ്റിക്കിൻ്റെ മുകളിലേക്ക് അടിക്കുമ്പോഴാണ് അത് നീറ്റായിട്ട് കിട്ടുക കേട്ടോ. അല്ലാണ്ട് തുണി ഇങ്ങനെ തള്ളി നിൽക്കുന്ന രീതിയിൽ അടിച്ചാൽ ഒരു വൃത്തി ഉണ്ടാവില്ല. അപ്പം മനസ്സിലാവുന്നുണ്ടല്ലോ. അതായത് നമ്മുടെ എലാസ്റ്റിക് അവിടെ അങ്ങ് ടൈറ്റാക്കിയിട്ട് വെച്ചതിന് ശേഷം അവിടെ അടിക്കുക. അപ്പോൾ അടിക്കുമ്പോൾ നമ്മൾ ഇടത്തേക്കുള്ള വിരൽ കൊണ്ട് അങ്ങോട്ട് തുണി നീക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങോട്ട് തുണി വലിഞ്ഞു വരുമ്പോൾ അവസാന ഭാഗം നമുക്ക് ഒത്തു കിട്ടില്ല. അപ്പോൾ ആ ഒരു തുണിയുടെ ഇഴ ഉണ്ടാവില്ലേ, അത് നേരെ വരുന്ന രീതിയിൽ തന്നെയാണോ എന്ന് നമ്മൾ നോക്കണം. ഒന്നുമില്ല, നമ്മുടെ ആ ഒരു അപ്പം വിരലില്ലേ അതുകൊണ്ടങ്ങ് ഒന്ന് നീക്കി അങ്ങ് കൊടുത്താൽ മതി. കണ്ട, ഇതേപോലെ അങ്ങ് ചെയ്താൽ മതി. എന്നിട്ട് നേരെ അങ്ങ് അടിക്കുക. അല്ലാതെ തുണി ഇങ്ങനെ നമ്മുടെ സൈഡിലേക്ക് നീങ്ങി വരുന്ന രീതിയിലാണ് അടിക്കുന്നതെങ്കിൽ അവസാനം ആ ഭാഗത്ത് തുണി കൂടുതലായിരിക്കും. അപ്പോൾ തുണി ഓപ്പോസിറ്റ് സൈഡിലേക്ക് നീക്കുമ്പോഴാണ് അതിൻ്റെ ഇഴ കറക്റ്റായിട്ട് വരിക. എന്നിട്ട് വലിച്ചെടുത്തിട്ട് അങ്ങ് അടിക്കുക. ഇങ്ങനെ ഒരു ഭാഗം അടിച്ചു കഴിഞ്ഞാൽ നമുക്കിനി നടുഭാഗമില്ലേ അവിടെയും കൂടെ ഒരു സ്റ്റിച്ച്, അത് നമുക്ക് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ വലിച്ച് നീട്ടിയതിന് ശേഷം നടുഭാഗത്ത് അങ്ങ് അടിച്ചു പോയാൽ മതി. ഇതേപോലെ അടിച്ചിട്ട് ലാസ്റ്റ് ടാപ്പ് വെച്ച് നടന്ന് നോക്കും, നമ്മൾ ആദ്യം എടുത്തിട്ടുള്ള അതേ അളവ് തന്നെയായിരിക്കും. ഇനിയിപ്പോൾ അയ്യോ എലാസ്റ്റിക് വെക്കുമ്പോൾ എനിക്കറിയില്ല, നീറ്റില്ല, പെർഫെക്റ്റ് ആവില്ല എന്നുള്ള ചിന്തയൊന്നും വേണ്ടല്ലോ. അപ്പം പെട്ടെന്ന് തന്നെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു തുണി ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല. അടുത്ത പുതിയൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും എല്ലാവർക്കും, ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുവാണേ. താങ്ക്